അങ്ങനെ കാത്തിരുന്ന ആ ദിനം വന്നെത്തിക്കഴിഞ്ഞു. ജയിലർ 2ൻ്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നിരിക്കുകയാണ്. ജയിലർ 2നെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ജയിലർ തന്നെ എത്രയോ ആൾക്കാർക്ക് ഫേവറേറ്റ് പടമായിരിക്കും. വമ്പനൊരു ഒരു മിക്സ്ചറാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ഓഡിയൻസിനെ എത്രത്തോളം ഒരു ഹൈ ആക്കാൻ സാധിക്കുമോ, എത്രത്തോളം എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെ സെറ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് ജയിലർ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നെൽസൺ ദിലീപ് കുമാറിൻ്റെ ഏറ്റവും മികച്ച സിനിമകളിലൊന്ന്, പുള്ളി ചെയ്ത സിനിമകളിലെ ഏറ്റവും മികച്ച സിനിമയാണ്. ഈ വലിയ സ്റ്റാർ കാസ്റ്റുകളെ ഗസ്റ്റ് അപ്പിയറൻസിനെ, ക്യാമിയോ അപ്പിയറൻസിനൊക്കെ കൃത്യമായ ഇടവേളയിൽ യൂസ് ചെയ്യാനും അത് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യാനും കൃത്യമായി ഹൈ ഉണ്ടാക്കിയെടുക്കാനും പുള്ളി ഗംഭീരമായിട്ട് ആ സിനിമയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനിരുദ്ധിൻ്റെ മ്യൂസിക്, അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർസിൻ്റെ സ്ക്രീൻ പ്രസൻസ്, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഗംഭീരമായിരുന്നു. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴേക്കും എത്ര സ്റ്റാർസ് ഉണ്ടായിരിക്കുമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പഴയ ആൾക്കാരൊക്കെ ഉണ്ട്, എന്നാലും പുതിയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. അതിലൊക്കെ ഋത്തിക് റോഷൻ്റെയൊക്കെ പേര് പറയുന്നുണ്ട്. എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഉള്ളതൊന്നും അറിയില്ല. ലെറ്റ്സ് സീ. നമുക്കെന്തായാലും ഈ റിലീസ് ഡേറ്റ് അനൗൺസ്മെൻറ്റ് വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്തതിന് ശേഷം ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ടു സിനിപീഡിയ. സൺ ടി വിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പാട്ടിന് മിക്കവാറും കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് ബാക്ക്ഗ്രൗണ്ട് സ്കോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ കാണുന്ന സമയത്ത് ഇതൊന്നും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് വിരോധമൊന്നും തോന്നരുത്. കോപ്പിറൈറ്റ് കാരണം ഓഡിയോ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സോ ലെറ്റ്സ് റിയാക്ട്. കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അല്ല, അതല്ല ഞാൻ വെച്ചത്, ഞാൻ മാറിപ്പോയതാ, സോറി. ലെറ്റ്സ് റിയാക്ട്. എന്തൊക്കെയാണ് നടക്കുന്നത്? യെസ്, പിന്നല്ല, കഴിഞ്ഞ പടത്തിലെ പറഞ്ഞില്ല വെരി നെറ്റ്വർക്കാന്ന്. ഓ, സുരാജ് വെഞ്ഞാറമ്മൂട്. ഓ, രജനെ തന്നെ കാണിക്കാൻ ചാൻസ് ഉള്ളു. ഓ, October 15. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒന്നും പറയാനില്ല. ഗംഭീരം. ഇതിൻ്റെ അകത്തൊന്നും കാണിച്ചിട്ടില്ല, പക്ഷെ അപ്പോൾ പുള്ളിയുടെ ആ സ്ക്രീൻ പ്രസൻസ് തന്നെ ആ സംഭവമാണ്. എന്തായാലും കൊള്ളാം, നൈസ്. അപ്പോൾ ഓൾറെഡി ജയിലർ സിനിമയിൽ ആ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ക്ലൈമാക്സിൽ, ഇത് ചെറിയൊരു നെറ്റ്വർക്കല്ല, വലിയ നെറ്റ്വർക്കാണ്, നിൻ്റെ ജീവിതം തന്നെ നശിച്ചു പോകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അതിനെ പിടിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നതെന്നുള്ളത് എവിഡൻ്റ് ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. വിനായകനും ഈ സിനിമയിലുണ്ട്. ഇനി വിനായകൻ്റെ വല്ല അനിയനോ ചേട്ടനോ വല്ലതും ആണോ ഇനി നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട് ഒന്നും അറിയത്തില്ല. ലെറ്റ്സ് സീ. എന്തായാലും ലാലേട്ടൻ്റെയൊക്കെ ഒരു ഡി ഏജിങ് പരിപാടികൾ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. സത്യമാണോ അല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും അതൊരു ഭയങ്കര സംഭവമായിരിക്കും. ഇവരുടെയൊക്കെ ഒരു പഴയ കാലഘട്ടം പുതിയ ടെക്നോളജി ആയിട്ടുള്ള AI വെച്ച് റീക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ പരിപാടിയായിരിക്കും. തിയേറ്റർ ഒന്ന് ഇളകും സത്യം. കാരണം ഇപ്പോൾ തന്നെ ചുമ്മാ ചെറിയ ആർട്ടിസ്റ്റുകൾ വരെ ഗംഭീരമായിട്ടുള്ള ഔട്ട്പുട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ചെയ്താലും മതി, സൂപ്പറാണ്. ലെറ്റ്സ് സീ. എന്തായാലും കുറേ നാൾ മുമ്പ് ഒരാൾ ഡി ഏജിങ് ചെയ്തു, അതിൻ്റെ ഫുട്ടേജ് ഇടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു ഈ വിക്രം സിനിമയുടെ. അതൊന്നും ഇതുവരെ ഇട്ടിട്ടുമില്ല. ഇപ്പോൾ ഈ പടത്തിലെങ്കിലും അതൊന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു ഉപകാരമായിരുന്നു, കാണാനുള്ളൊരു കൊതി കൊണ്ടാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എത്ര പേര് റിലീസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നുണ്ടെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളെന്തായാലും പോകുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൂടെ കൂടുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.